പാലത്തായി പീഡനക്കേസ് കെട്ടിച്ചമച്ചതല്ലെന്ന് കോടതി കൃത്യമായ തെളിവുകളുണ്ടെന്നും തലശ്ശേരി ജില്ലാ പോക്സോ കോടതി വ്യക്തമാക്കി. ബിജെപി നേതാവും അധ്യാപകനുമായ കെ പത്മരാജന്റെ ശിക്ഷ വൈകിട്ട് 3 മണിക്കാണ് വിധിക്കുക എന്നാണ് പറയുന്നത്. പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. പക്ഷേ പ്രായമായ അമ്മയും ഭാര്യയും മകളും ഉണ്ടെന്നൊക്കെയുള്ള വാദമാണ് പ്രതിഭാഗം ഉയർത്തുന്നത്. ഭാര്യ ആത്മഹത്യ ചെയ്താൽ മത തീവ്രവാദ സംഘടനകൾ ഉത്തരവാദികളെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. എന്തായാലും 3 മണിക്കാണ് ശിക്ഷാ വിധി വരിക. വിജീഷ് ഗോവിന്ദൻ ചേരുന്നുണ്ട്. വിജീഷ്, ഇന്നത്തെ വാദം എങ്ങനെയായിരുന്നു? എപ്പോഴാണ് വിധി? വിധി വൈകിട്ട് 3 മണിക്കാണ് ഉണ്ടാവുക. തലശ്ശേരി ജില്ലാ പോക്സോ കോടതിയിലാണ് ഇന്ന് രാവിലെ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. 11:30 ഈ പാലത്തായി കേസിന്റെ വാദം, അതായത് എന്താണ് ഈ ശിക്ഷ വിധിക്കാൻ വേണ്ടി പോകുന്നു, കുറ്റക്കാരനാണെന്ന് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിനകത്ത് പ്രതിഭാഗത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ആദ്യം ജഡ്ജി ചോദിച്ചത്. ഈ ഘട്ടത്തിലാണ് കേസിന്റെ പുറത്തുള്ള, അതായത് കേസിന്റെ ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്ക് പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ കടന്നത്. അതായത് ഈ സംഭവത്തിന് പിന്നിൽ മത തീവ്രവാദം ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള വാദം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ജഡ്ജി ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇതൊരു പോക്സോ കേസാണ്, ആ കേസിന്റെ മെറിറ്റ് മാത്രമാണ് കോടതി പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റു വാദങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അപ്പീൽ കോടതിയിൽ, മേൽക്കോടതിയിൽ നിങ്ങൾക്ക് ഈ വിധിന്യായത്തിൽ എതിർപ്പുണ്ടെങ്കിൽ അവിടെ പോകുന്ന ഘട്ടത്തിൽ അക്കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കാമെന്നുള്ളതാണ് വിചാരണ കോടതി, അതായത് പോക്സോ കോടതി ജഡ്ജിയായിട്ടുള്ള ജലജാറാണി MT ആ പ്രതിഭാഗത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. പ്രതിഭാഗം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, മാനുഷികമായ വശങ്ങൾ പരിഗണിക്കണം. ഈ പറയുന്ന പ്രതിക്ക് കുടുംബങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ രക്ഷിതാക്കളും രോഗാവസ്ഥയിലുള്ള കുട്ടികളുമുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അതിനൊന്നും കോടതി പരിഗണിച്ചില്ല. ഈ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ ഒരു കുട്ടിയുടെ രക്ഷിതാവായിരിക്കേണ്ട അധ്യാപകന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഇത്ര ക്രൂരമായൊരു നടപടിയിൽ അത് സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകണം. ഈ ബലാത്സംഗവും അതുപോലെ തന്നെ പോക്സോയിലെ വിവിധ വകുപ്പുകളും ചുമത്തിയ ഈ കേസിനകത്ത് മാതൃകാപരമായ ശിക്ഷ പ്രതിക്കുണ്ടാകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വധശിക്ഷ അടക്കമുള്ള ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ ഈ കേസിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദമായി വന്നത്. ശരി, ബിജീഷ്.